എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷോർട്സൊക്കെ ചെയ്യുമെങ്കിലും വ്ലോഗായിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഫസ്റ്റ് ഒരു വ്ലോഗ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തോട്ട് പോകുന്നൊരു വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചു. അതെല്ലാവർക്കും ഊഹിക്കാൻ പറ്റുമല്ലോ എവിടെയായിരിക്കുമെന്ന്. അത് എൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോ ആണ്. പപ്പയും അമ്മയും കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. വള്ളിയാങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്. ഇതിപ്പം നമ്മൾ 34 മൈലിൽ എത്തിയിട്ടുണ്ട്. മുണ്ടക്കയം കഴിഞ്ഞ് 34 മൈലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഫ്രണ്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് മണിക്കല്, പിന്നെ നമ്മൾ എസ്റ്റേറ്റിലോട്ട് കയറുവാണേ. അങ്ങനെ നമ്മൾ വള്ളിയാങ്കാവ് എത്താനായിട്ടുണ്ട്. വള്ളിയാങ്കാവിലെ പാലത്തിൻ്റെ അവിടെ എത്തി. വീടിൻ്റെ അടുത്ത് എത്താറായി. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഓണത്തിന് വീട്ടിൽ പോയതാണ്, പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. നമ്മുടെ റോഡിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ. ഇതിലേക്കൂടെ വരിക എന്ന് പറഞ്ഞാലും നല്ല സുഖമാണ്. നടുവിനൊക്കെ നല്ല വെയിനായിരിക്കും. വണ്ടിയെല്ലാം ചാടി റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഫുൾ നാശമായിട്ട് കിടക്കുകയാണ്. ഇവിടുന്ന് ഒരു പോർഷൻ നമ്മൾ വീഡിയോ എടുത്താലും ഇങ്ങനെ ഫോണെല്ലാം കുലുങ്ങിയാണ് കിട്ടത്തുള്ളൂ. എന്നാൽ അത്രയും നമ്മൾ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പോയിട്ട് വന്നാലും ഈ മുണ്ടക്കയം ബസ്സിലല്ല, മുണ്ടക്കയത്ത് വന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പം ഒരു പ്രത്യേക ഫീലാണ്. ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര ഒരു ഫീലാണ്. വീട്ടിലെത്താനാകുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ, നമ്മളിങ്ങനെ നടന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അങ്ങനെ നമ്മൾ സ്ഥലം എത്താറായിട്ടുണ്ട്. നമ്മുടെ അവിടെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പുതിയൊരു പാലം പണിതിട്ടുണ്ട്. ആ പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമായിരുന്നു. അതിൻ്റെ ഒരു ഡെക്കറേഷനൊക്കെയാണ്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുണ്ടോ, അവർ അമ്പലത്തിലോട്ട് പോകാൻ വരുന്നവരാണ്. ഈ മുത്തുക്കുടയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണെന്ന് വിചാരിച്ച് അവർ നേരെ കയറി പോകുന്നതാണ്. ശരിക്കും നേരെയായിരുന്നു അമ്പലത്തിലോട്ട്, ഡയറക്റ്റ് പോകണമായിരുന്നു അമ്പലത്തിലോട്ട്. ഇത് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടൊക്കെ പോകുന്നൊരു വഴിയാണ്. പുതിയ പാലം പണിതാണ്. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാണ്. റോഡിൻ്റെ അവിടെ കുറച്ചൊരു പോർഷനും കൂടെ പണിയാനുണ്ട്. അതോടെ പണിത് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വണ്ടി ചെല്ലും. ഇതാണ് ഞാൻ പറഞ്ഞ പൊളിഞ്ഞ് കിടക്കുന്ന പോർഷൻ. ഇത് ശരിയാക്കിയാൽ വണ്ടി അവിടെ നിന്ന് അങ്ങോട്ട് കയറും. നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് വീട്ടിലോട്ട് നടന്ന് പോവാണ്. മക്കൾ നിലനും നന്ദുമൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഓടുവാണ് വീട്ടിലോട്ട്. പപ്പ അവിടെ റോഡിൽ തന്നെ നിൽപ്പുണ്ട്. നമ്മൾ വരുമെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് നമ്മളെ വെയിറ്റ് ചെയ്ത്. അത് നേരെ പോകുന്ന അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണേ. അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു തോന്നുന്നു. അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. മമ്മി അവരുടെ ബഹളം കേട്ടുകൊണ്ട് കയറി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് പപ്പയും മമ്മയും കണ്ടു. ഇനി കാണാനുള്ളതാണ് അമ്പലത്തിൽ പോയി ദേവീനെ. അപ്പം വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി ദേവിയെ കാണാൻ അമ്പലത്തിൽ പോവുകയാണ്. മമ്മിയും വരുവാണ് നമ്മളോട് അമ്പലത്തിൽ. മമ്മി മാലയെല്ലാം കെട്ടി പൂവൊക്കെ ആയിട്ട്, മാലയൊക്കെ കെട്ടി വെച്ചിരിക്കുമായിരുന്നു. പൂവൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്.
നമ്മുടെ വീടിൻ്റെ പുറകിൽ കൂടെ കിടക്കുന്ന ഈ റോഡിൽ കൂടെയാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. ഷോർട്ട് കട്ടാണ്. ഇത്രേ ദൂരമുള്ളൂ കേട്ടോ. വെള്ളിയാങ്കാവ് അമ്പലം, ദേവീക്ഷേത്രം. എൻ്റെ കുഞ്ഞിലെയൊക്കെ അമ്പലത്തിലെ ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ട് തിരുമേനി മണിയടിച്ച് അകത്ത് കയറുന്ന ആ ബെല്ല് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്. അത്രയും അടുത്താണ് അമ്പലം. ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ പോകാനും വീട്ടിൽ വരാനും വീട്ടിൽ നിൽക്കാനും മമ്മിയുടെ കൂടെ ഇങ്ങനെ അമ്പലത്തിൽ പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടുത്തുള്ള അമ്പലം ഓടിപ്പോകാനും അമ്പലത്തിൽ പോകാനും പ്രാർത്ഥിക്കാനും പ്രസാദം വാങ്ങിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ പോയി എൻജോയ് ചെയ്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്പലത്തിലെല്ലാം പോയിട്ട് വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും തിരിച്ച് പോരുവാണ്. ഒരു സൺഡേ ആട്ടോ നമ്മൾ പോയത്. അതുകൊണ്ട് അമ്പലത്തിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മൺഡേ സ്കൂളിൽ പോകണം, വർക്കിന് പോകണം, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് പോരുവാണേ. ഇപ്പം ചെല്ലുന്നത് ഭയങ്കര സന്തോഷമാണ്. തിരിച്ച് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാണ്. തിരിച്ച് പോരുമ്പം അങ്ങോട്ട് പോകുന്ന ഒരു ഉഷാറില്ല തിരിച്ച് പോരാനായിട്ട്. പക്ഷേ പോകാനല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ തിരിച്ച് പോരുവാണ്. നമ്മൾ പാലം പണിയുന്നതിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും പുതിയ പാലം പണിത് അവിടെ എത്തിയപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളിയാങ്കാവിലൊരു കൈകൊട്ടിക്കളി സംഘമുണ്ട് കേട്ടോ. ഒരു കൈകൊട്ടിക്കളി ഗ്രൂപ്പുണ്ട്. അവരവിടെ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അവർ റബ്ബർ തോട്ടത്തിനകത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് വൈൻഡപ്പ് ചെയ്യാണ്. എന്നെക്കൊണ്ടാവുന്ന പോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.